നമസ്കാരം. തിരുവനന്തപുരത്ത് ബി.ജെ.പിയുടെ മിന്നും ജയം മേയറുടെ സംഭാവനയാണ് എന്നാണ് സഖാക്കളുടെ പ്രധാനപ്പെട്ട ആരോപണം. അതായത് മേയറിന്റെ തന്നെ സഹപ്രവർത്തകയായിരുന്ന ഗായത്രി ബാബു എന്ന കൗൺസിലർ, മുൻ ഭരണസമിതിയിൽ ഗായത്രി ബാബു എന്ന കൗൺസിലർ ഇത്തവണ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് മേയറിന് തന്നെക്കാൾ കീഴിലുള്ളവരോട് ധാർഷ്ട്യവും തന്നെക്കാൾ മുകളിലുള്ളവരോട് അതിവിനയവും എന്നാണ്. അത്തരത്തിലൊരു കരിയർ ബിൽഡിംഗ് പദ്ധതിയാണ് മേയർ നഗരസഭയിൽ ആസൂത്രണം ചെയ്തത് എന്നാണ്. ഇതിനു മുന്നേ തന്നെ വെളിവായതാണ്. യദു എന്ന ബസ് ഡ്രൈവറിന് മുകളിൽ മേയർ ആര്യ രാജേന്ദ്രന്റെ ഒരു കള്ളപ്പരാതി ഉണ്ടായിരുന്നു. ഇദ്ദേഹം തെറി വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് യഥാർത്ഥത്തിൽ മേയർ വരുമ്പോൾ തന്നെ വഴിമാറി കൊടുത്തിട്ടില്ല, അത്തരത്തിലൊരു വലിയ രാജകീയ പദവി മേയറിന് കൊടുത്തില്ല എന്നു പറഞ്ഞുകൊണ്ടായിരുന്നു യദു എന്ന ചെറുപ്പക്കാരന് നേരെ പാഞ്ഞെടുക്കുകയും അയാളെ ആക്രമിക്കുവാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തത്. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട തെളിവിന് വേണ്ടിയിട്ടുള്ള മെമ്മറി കാർഡ് തന്നെ നഷ്ടപ്പെട്ടതായിട്ട് ഉള്ള കാര്യങ്ങളൊക്കെയും പുറത്തു വന്നിരുന്നു. ഇത് വളരെ ആസൂത്രിതമായിട്ടുള്ള മേയർ ആര്യ രാജേന്ദ്രന്റെ അധികാര ദുർവിനിയോഗമാണ് എന്ന് തിരുവനന്തപുരം തന്നെ ചർച്ച ചെയ്യുന്ന അവസ്ഥയിലെത്തി. അത്തരത്തിലുള്ള ഒരു മേയർ ആര്യ രാജേന്ദ്രന്റെ ധാർഷ്ട്യത്തിന് ഏറ്റ ഒരു മറുപടി തന്നെയാണ്, തിരുവനന്തപുരത്തിന്റെ ജനത കൊടുത്ത മറുപടി തന്നെ എന്ന വിലയിരുത്തലാണ് ഇപ്പോൾ വരുന്നത്. അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള അഴിമതി ആരോപണങ്ങളാണ് തിരുവനന്തപുരത്തെ നഗരസഭ നേരിട്ടുകൊണ്ട് ഇരിക്കുന്നത്. അതായത് ഈ മേയർ പദവിയിൽ നിന്ന് ആര്യ രാജേന്ദ്രൻ ഇറങ്ങിയാലും ഇത് ഒരു കാരണവശാലും മേയർ ആര്യ രാജേന്ദ്രന് ഇതിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിയില്ല. അത്രമേൽ കേസുകൾ വരാൻ സാധ്യതയുണ്ട്. ഏകദേശം 1500 കോടി രൂപയുടെ കേന്ദ്ര ഫണ്ടിന്റെ വെട്ടിപ്പാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അത്തരത്തിലൊരു കടുംവെട്ട്, ഒരു ഓർഗനൈസ്ഡ് ലൂട്ടിംഗ് ആണ് തിരുവനന്തപുരത്തെ നഗരസഭയിൽ നടന്നിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. അതായത് ആര്യ രാജേന്ദ്രന്റെ ഒരു അഴിമതിയുടെ കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അത് തെരുവുനായ പ്രശ്നത്തിൽ തുടങ്ങി. തെരുവുനായ പ്രശ്നത്തിൽ ആര്യ രാജേന്ദ്രന്റെ ഇടപെടൽ വളരെ വലിയ ചോദ്യചിഹ്നമായി മാറിയിരുന്നു തിരുവനന്തപുരം നഗരസഭയിൽ. അതായത് ബി.ജെ.പിയുടെ പ്രതിപക്ഷത്തുള്ള കൗൺസിലർമാർ ഇതോടൊപ്പം ചോദിക്കുമ്പോൾ, അതായത് ABC പദ്ധതി നടപ്പിലാക്കിയതിനു ശേഷം, വന്ധീകരണം നടപ്പിലാക്കിയതിനു ശേഷം പോലും നായകൾ പ്രസവിച്ച്, അതായത് വന്ധീകരണം നടപ്പിലാക്കിയതിനു ശേഷം തെരുവുകളിൽ കൊണ്ടുവന്ന് ആക്കുന്ന നായകൾ പോലും പ്രസവിക്കുന്ന ഒരു സാഹചര്യം തിരുവനന്തപുരത്തെ നഗരസഭയിൽ ഉണ്ടായതായിട്ട് തിരുവനന്തപുരത്ത് ബി.ജെ.പിയുടെ മുതിർന്ന അംഗമായിട്ടുള്ള കരമന അജിത്ത് ആരോപിച്ചപ്പോൾ, അവിടെ പട്ടി പ്രസവിച്ച് കിടക്കുന്നത് താങ്കൾ കണ്ടോ എന്ന ധാർഷ്ട്യത്തിലൂടെയുള്ള ഒരു മറുപടിയാണ് ആര്യ രാജേന്ദ്രന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഇത് തെരുവുനായ പ്രശ്നത്തിൽ മാത്രമല്ല, മാലിന്യ പ്രശ്നത്തിലേക്ക് കടക്കുമ്പോഴും ഓരോ ആരോപണങ്ങൾ വരുമ്പോഴും ആര്യ രാജേന്ദ്രന്റെ സമീപനം തൻ്റെ സഹപ്രവർത്തകർക്ക് നേരെയുള്ള ഒരു വലിയ വെല്ലുവിളി എന്ന തരത്തിലാണ്. നിങ്ങൾ ആരാണ് എന്നോട് ഇതൊക്കെ ചോദിക്കാൻ? ഞാൻ ഇവിടെ പലതും ചെയ്യും. എനിക്ക് പാർട്ടി ഏൽപ്പിച്ചു തന്ന ഉത്തരവാദിത്തമാണ്. പാർട്ടി ഏൽപ്പിച്ചു തന്ന ഉത്തരവാദിത്തത്തിന് എനിക്ക് വഴങ്ങി കൊടുക്കേണ്ടത് പാർട്ടിയോട് മാത്രമാണ്. ജനങ്ങളോട് പോലും എനിക്ക് ഉത്തരവാദിത്വം ഇല്ല എന്ന തരത്തിലുള്ള ഒരു മറുപടികളാണ് ആര്യ രാജേന്ദ്രന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്ന് സഹപ്രവർത്തകർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. അതോടൊപ്പം ഇപ്പോൾ പുറത്തു വരുന്ന ഗായത്രി ബാബു അടക്കമുള്ള ആൾക്കാരുടെ മറുപടികൾ, സഖാക്കന്മാരുടെ ഉൾപാർട്ടി പ്രശ്നങ്ങൾ നമ്മൾ പുറത്തേക്ക് വരുമ്പോൾ CPM-ന്റെ തന്നെ ആരോപണങ്ങൾ വരുന്നത് ആര്യ രാജേന്ദ്രന്റെ ഒരു ധാർഷ്ട്യമാണ്, വിഷയങ്ങളിൽ ഇടപെടുന്നതിലുള്ള അപക്വതയാണ് അതിനുള്ള കാരണം എന്നാണ് വെളിവാകുന്നത്. അതോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ട മറ്റൊരു വസ്തുത ഇവിടുത്തെ നിയമന തട്ടിപ്പാണ്. ആനാവൂർ നാഗപ്പന്റെ വിശ്വസ്തനായ DR അനിലിന് ആര്യ രാജേന്ദ്രന്റെ ഒരു മറുപടി ഉണ്ടായിരുന്നു. മറുപടി എന്ന് പറയുന്നത് അവിടുത്തെ ആരോഗ്യ മേഖലയിൽ അടക്കമുള്ള ഒഴിവുകൾ ചൂണ്ടിക്കാണിച്ച് അത് സഖാക്കന്മാർക്ക് പകുത്തു നൽകുന്നതുമായി ബന്ധപ്പെട്ട രീതിയിലുള്ള ആര്യ രാജേന്ദ്രന്റെ മറുപടി കത്താണ്. ആ മറുപടി കത്ത് വളരെ വലിയ ചർച്ചയ്ക്ക് വിധേയമാക്കപ്പെട്ടിരുന്നു. അത് സ്വജനപക്ഷപാതത്തിൻ്റെയും പാർട്ടി പ്രവർത്തകർക്ക് മാത്രമേ ഇവിടെ തൊഴിലുള്ളൂ എന്ന ഒരു സാഹചര്യത്തിലേക്ക് തിരുവനന്തപുരം നഗരസഭയെ കൊണ്ടുചെന്ന് എത്തിക്കുന്ന തരത്തിലേക്കായി കാര്യങ്ങൾ മാറി. ഇത് മാലിന്യ പ്രശ്നം, തെരുവുനായ പ്രശ്നം, ഇനി കുടിവെള്ള പ്രശ്നം. ഈ കുടിവെള്ള പ്രശ്നത്തിൽ പോലും വലിയ രീതിയിലുള്ള അഴിമതി ഉണ്ടായി. ജനങ്ങളുടെ കുടിവെള്ളത്തിൽ പോലും കൈയിട്ട് വരുന്ന അവസ്ഥയുണ്ടായി. അങ്ങനെ തിരുവനന്തപുരം നഗരസഭയുടെ സമഗ്ര മേഖലകളിലും എല്ലാ മേഖലകളിലും വലിയ രീതിയിലുള്ള അഴിമതി ആരോപണങ്ങളാണ് നേരിടുന്നത്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ആര്യ രാജേന്ദ്രന്റെ കഴിഞ്ഞ 5 വർഷത്തെ ഭരണം ഇടതുപക്ഷത്തെ താറുമാറാക്കിയിരിക്കുകയാണ് എന്നതാണ് പൊതുവിൽ ലഭ്യമാക്കുന്ന വിവരം. ഇത്
ഇത് ആണ് യഥാർത്ഥത്തിൽ BJPക്ക് വലിയ തുണയായത്. BJPയുടെ എണ്ണയിട്ട യന്ത്രം പോലുള്ള പ്രവർത്തനവും ആര്യ രാജേന്ദ്രനെ പോലുള്ള മേയറുടെ വലിയ കെടുകാര്യസ്ഥതയും CPM-നകത്തുള്ള പ്രശ്നങ്ങളും വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ് ഇടതുപക്ഷത്തിന് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.